എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിലെ സത്യേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വന്നത് ഐസോൾ ഡിസ്ട്രിക്റ്റിലായിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു പുൽപ്പുയി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതും ഒരു ഗ്രാമം തന്നെയാണ്. അവിടെ ഒരു എന്താ പറയുക, ഒരു പീക്ക് ഉണ്ട്, അതായത് ഒരു ത്ലാങ് ഉണ്ട്. ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്ലാങ് എന്ന് പറയും. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിലോട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു സത്യേക്ക് എന്ന് പറഞ്ഞ വില്ലേജില്ലേ, അവിടെയാണ്. അവിടെ ഒരു VC ഓഫീസ് ഉണ്ട് കേട്ടോ, അതായത് വില്ലേജ് കൗൺസിലിൻ്റെ ഓഫീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചിട്ടാ. നമ്മൾ ഇതിലാണ് കിടന്നത്. എൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ് കിടന്നത്. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നതാണ് കേട്ടോ ഗ്രാമം. കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. വലിയ രീതിയിലുള്ള ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെയാണ്. ആ കാണുന്ന വീടാണ് നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിടക്കാൻ. പിന്നെ അതുപോലെ അവിടെ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് പോണ വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. നമ്മുടെ സൈക്കിളിലെല്ലാം സെറ്റ് ചെയ്ത് കണ്ടില്ലേ. സത്യേക്ക് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ അത്. ഇവിടെ നമ്മൾ പുയ്പുയി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അത്യാവശ്യം വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കേട്ടോ. പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആവുകൊണ്ട് ചവിട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ തള്ളി തന്നെയാണ് പോകാറുള്ളത് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. പോണ റൂട്ട് നേരെ ചെല്ലണത് പുൽപ്പുയി എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തിരക്കെന്ന് പറയുന്നത് ഇടയ്ക്ക് സുമോ വണ്ടികളൊക്കെ പോവും. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ വണ്ടികളൊക്കെ പോകും കേട്ടോ. അല്ലാണ്ട് ഭയങ്കര പീസ്ഫുള്ളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് മരവും കാര്യങ്ങളൊക്കെയാണ്, ഫുള്ള് ഗ്രീനറി കേട്ടോ. ഇവിടെ ഏകദേശം കുറച്ചും കൂടെ ഉള്ളൂ. അവിടെ നമുക്ക് ട്രെക്ക് ചെയ്ത് പോകട്ടെ. പിന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ റൂട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടാ. ഇത് ഈ കാണുന്നതാണ് കേട്ടോ പുയ്പുയി എന്ന് പറഞ്ഞ വില്ലേജ്. അതിൻ്റെ മെയിൻ ഭാഗമാണ് ആ ഒരു സൈഡിൽ കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അടുത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതിനും ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പീക്കിന് പുറകിലൊരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും പോകണോ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നത് കേട്ടോ പുൽപ്പുയി എന്ന് പറഞ്ഞ വില്ലേജ്. നമുക്ക് ശരിക്കും ഇങ്ങാടേക്ക് വന്ന മാപ്പ് കാണിക്കുന്നത് ആ ഭാഗത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഏതെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതന്നെ അവിടെ ബോർഡുണ്ട് കേട്ടോ, കണ്ടില്ലേ, സോൾപാല. അങ്ങാടേക്ക് നമുക്ക് പോകേണ്ടത് ഉണ്ടല്ലേ. അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പോകേണ്ട റൂട്ട് ഇതാണ്, സോൾപാല ത്ലാങ്. അങ്ങനെ നമ്മുടെ സൈക്കിള് ഇവിടെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിട്ടാ. പിന്നെ അവരോട് ചോദിച്ചിട്ടാണ് പാർക്ക് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീക്ക് കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ പോകാൻ. സോൾപാല ത്ലാങ് എന്ന് പറയും കേട്ടോ. ഞാൻ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലം പോകാൻ പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ റൂട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. കണ്ടില്ലേ, സോൾപാല ത്ലാങ് എന്നാണ് കേട്ടോ പേര്. നമ്മളിങ്ങനെ പയ്യെ മേലിലേക്ക് കയറി പോകണം കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ മേലിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ത്ലാങ് എന്ന് പറയണമെന്ന് വെച്ചാൽ ത്ലാൻ എന്ന് പറയുന്ന ശവം, പിന്നെ ത്ലാങ് എന്ന് പറയുന്ന കുന്നട്ടാ. ശരിക്കും ഈ ഒരു മലേനെ പറയണത് ശവക്കുന്ന് എന്നാട്ടോ പറയണത്. ബൈ ബൈ ബൈ. ടിക്കറ്റ് കാര്യങ്ങളുണ്ടാകുന്ന അറിയില്ലല്ലോ. ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം കേട്ടോ മേലിലേക്ക് പോകാൻ. ടിക്കറ്റ് ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ടിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആകെ ഇടങ്ങേറാവും കേട്ടോ. കാണുന്നതൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ. പിന്നെ ഒരു പുതിയ വീടും കാര്യങ്ങളും പണിയുണ്ട്. അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ. ഷീറ്റ് വെച്ചാണ് പണിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ചോളത്തിൻ്റെ കേട്ടോ. പക്ഷേ ചോളവും ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷേ ചെറുതാണ് കേട്ടോ, ഉണ്ടായി വന്നേ ഉള്ളൂ. ഇവിടേക്കുള്ള ആൾക്കാരും കൂടുതലും കൃഷിക്കാരാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വീടൊക്കെ പൂട്ടി കൃഷിയിടത്തിലേക്ക് പോയതായിരിക്കും. ആ വീടൊക്കെ കണ്ടില്ലേ, ലോക്കാണ് കേട്ടോ. കാരണം ഇവർ രാവിലെ പോവും, എന്നിട്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ വരുള്ളൂ. ചില ആൾക്കാരൊക്കെ ഉച്ചക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ ഉച്ചക്കത്തുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഒരു പണിയെടുത്തേക്ക് പോകണം കേട്ടോ. പോണ റൂട്ടുകാർ കണ്ടില്ലേ, അടിപൊളിയല്ലേ, ഫുള്ള് ഗ്രീനറി കേട്ടോ. വലിയ തിരക്കുകളില്ല, എന്താണ് വണ്ടിയുടെ ശബ്ദങ്ങളില്ല, കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല തെന്നലാണ് കേട്ടോ.
നമ്മളിങ്ങനെ നമ്മുടെ ഷൂ പിന്നെയും കുഴപ്പമില്ല, അത് കാരണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം. പക്ഷേ നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ഓരോ ഇതില്ലേ, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഇവിടുത്തെ ഗ്രാമവാസികളാണ് കേട്ടോ. ഇവിടെ YMA എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിലെ വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കണം, അതായത് മിസോറാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കണത് ഈ ഒരു YMA എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് വളരെ എന്താ പറയുക എല്ലാ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കും ഭയങ്കര ഉപകാരം കേട്ടോ. പിന്നെ അതുപോലെ വില്ലേജ് കൗൺസിൽ ശരിക്കും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വലിയ രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കാടും പടലൊക്കെ ഇവർ തന്നെയാണ് ക്ലീൻ ചെയ്യണത്, അല്ലാണ്ട് ഗവൺമെൻറ് ആരുമല്ല കേട്ടോ. ഇവർ തന്നെ ഇവിടെയുള്ള ഓരോ ഗ്രാമവാസികളും ചെന്നാണ് അത് ക്ലീൻ ചെയ്യണത്. ഭയങ്കര വൃത്തിയിൽ നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ പലയിടത്തും വെയിറ്റിംഗ് ഷെഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുടിവെള്ളം ശേഖരിക്കാനുള്ള സെറ്റപ്പ്. കാരണം ഇവിടെ എല്ലായിടത്തും വാട്ടർഫാളുകളുണ്ട്, അതായത് മലയിൽ നിന്ന് ഒഴുകുന്ന ഒരുപാട് വെള്ള സ്രോതസ്സുകളുണ്ട്. അതെല്ലാം ഇവർ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. നല്ല കയറ്റമുണ്ട്. ഞാൻ കിതച്ചിരിക്കണോണ്ടാണ് കേട്ടോ സംസാരിക്കുമ്പോൾ അവരിത് തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം നമ്മൾ പോകണ റൂട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം. അതാണ് ഇങ്ങനെയൊക്കെയാണ് റൂട്ടും കാര്യങ്ങളൊക്കെ, കാലാവസ്ഥ ഇങ്ങനെയാണ്, ഇവിടുത്തെ ഭൂപ്രകൃതി ഇങ്ങനെയാണ്. ഇതൊക്കെ എല്ലാം നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾ A to Z എല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മേളിലേക്ക് പോവാം. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് കൊതുകിൻ്റെ ശല്യമാണ്. ഒരു ബാറ്റൊക്കെ ഇട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ വെയിറ്റിംഗ് ഷെഡ്, അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു പ്രത്യേക സംഭവം തന്നെയാണ്. ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവരെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇത്ര റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാം. എന്ത് കൊതുകാന്ന് നോക്കിയാൽ എൻ്റെ തലയുടെ ഫുള്ള് ഇങ്ങനെ കൊതുക് ചുറ്റിയിരിക്കണേട്ടാ. അവിടെ എന്തൊരു വാച്ച് ടവർ പോലത്തെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാ. ഉണ്ടല്ലേ, എന്തായാലും പയ്യെ പോവാം. എന്ത് കൊതുകാന്നറിയാമോ, ഭയങ്കര കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാ. എൻ്റെ തലയുടെ മേലിലൊക്കെ ഉണ്ട് അത്യാവശ്യം. 2 വഴി കാണിക്കണ്ട. നമ്മൾ ലെഫ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വാച്ച് ടവറില്ലേ അത് മേലിലേക്കാണ് കേട്ടോ. അത് നമുക്ക് ഈ വഴി പോവാം, എന്നിട്ട് മറ്റേ വഴി കയറാട്ടാ. എന്ത് കൊതുകാന്നറിയാമോ, ഇതിന് മാത്രം കൊതുക് എവിടെ നിന്നാ. പക്ഷെ ഇവിടെ നിന്ന് വേറെ ഒറ്റ മനുഷ്യരില്ല കേട്ടോ. കണ്ടില്ല, അവിടെ എന്തോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ പഴയ ട്രഡീഷണൽ വീടും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ അവിടെയൊക്കെ ആരെങ്കിലും താമസിക്കണ്ടാവും അവിടെ. ഇപ്പം ഇവിടെ നിന്ന് ആരെയും കണ്ടില്ല കേട്ടോ. ഈ കാണുന്നത് കൾച്ചറൽ പ്രോഗ്രാം കേട്ടോ. കണ്ടില്ലേ, പക്ഷെ ഇവിടേക്ക് ആരോ താമസിക്കണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇതൊക്കെ പഴയ ഒരു ടൈപ്പ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അതായത് ഇത് മൊത്തവും മറ്റേ മുള വെച്ചുണ്ടാക്കിയതാണ്, പിന്നെ മേലെ ഷീറ്റിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് മുള വെച്ചുണ്ടാക്കിയാണെങ്കിലും വൈക്കോലാണ് മേലെ ഇട്ടേക്കണത്. അതില്ലേ, ഇതൊക്കെ ഒരു എന്താ പറയുക, ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ അവർ വന്ന് ആൾക്കാരൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇവിടെയൊക്കെ തീ കത്തിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കണം. കണ്ടില്ലേ, ഇവിടെ അങ്ങനെ താമസമൊന്നുമില്ല. പക്ഷെ അടിയിലൊക്കെ കാണുന്നത് വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഒന്നും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കുറവാണ് കേട്ടോ. ഇതാണ് ആ ഒരു സ്ഥലം കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് എൻ്റെ മോനെ. എനിക്ക് തോന്നണ ഇതാണെന്ന് തോന്നുന്നു കല്ലറയുടെ ഇതെന്ന് തോന്നട്ടാ. സോൽപാലയിലെ തുവാൽവുങ്കി ഇതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇനി മേലുണ്ടാവും ഇനി കല്ലറ. നല്ല തണുത്ത കാറ്റടിക്കണ്ട കേട്ടോ. ഈ നിൽക്കണ ഈ ഒരു കുന്നില്ലേ, ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ഈ ഒരു കുന്നിനെ പറയണത് മരണക്കുന്നെന്നാണ് പറയണത്. ശരിക്കും ഈ ഒരു കുന്നിന് ഇങ്ങനെ പേര് വരാൻ കാരണം ത്ലാങ് എന്ന് പറയും. ത്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം, ത്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്ന് കേട്ടോ. അതൊക്കെ മിസോ ഭാഷയിലാണ് വന്നത്. ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവൽപാല അതുപോലെ തന്നെ തുവാൽവുങ്കി ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്, ഒരു റൊമാൻറ്റിക് സ്റ്റോറിയും കൂടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു സ്പേസ്, അതായത് ഇതേപോലത്തെ ഒരു പ്ലേസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ലിയാൻചാരി ലുങ്ലെങ് ത്ലാങ് എന്ന് പറയും. അത് വന്നത് ചമ്പായ് ഡിസ്ട്രിക്റ്റിലാണ്. ഇത് വന്നത് സെർച്ചിപ്പ് ഡിസ്ട്രിക്റ്റിൽ വന്ന സ്ഥലമാണ്. അതായത് പുൽപ്പുയി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സുവാൽപാലയിലെ തുവാൽവുങ്കി
കേട്ടോ. ഈ ഒരു പേര് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ വിഷയത്തിൽ തന്നെ മാറിയിട്ടാ. അപ്പം നമ്മൾ ഈ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്ന വൽപ്പാലയും പിന്നെ തുവാൽമുഖിയും ഒരു ഭയങ്കര ദീർഘകാലത്ത് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് നാൾ പ്രണയിച്ച് കിടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഒരു രാജാവ് തുവാൽമുഖിനെ കല്യാണം കഴിക്കുന്നു. കാരണം തുവാൽമുഖി എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരിയാണെന്നാണ് കേട്ടത്. അങ്ങനെ അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ മനം നൊന്ത് സുവൽപാല മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ആ സുവൽപാലനെ ഇവിടെ ഒരു എന്താ പറയുക ഒരു കുഴിയിലടക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് അവസാനം തുവാൽമുഖി ഇതിലേക്ക് എടുത്ത് ചാടി അവളും മരണപ്പെട്ടിട്ട് അങ്ങനെ രണ്ടുപേരെയും ഇവിടെയാണ് അടക്കിയത്. ആ ഒരു ലവ് സ്റ്റോറിയിലെ ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ആളുകൾ ചെറിയ രീതിയിൽ പറഞ്ഞത്. പിന്നെ അതേപോലെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അതൊരു എന്താ പറയുക ഒരു റിയൽ ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല. ദീർഘകാലം പ്രണയിച്ച് കിടന്ന രണ്ട് ദമ്പതിമാർ ഒരിക്കലും എന്താ പറയുക ഒന്നിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന് അങ്ങനെ അവർ മരണപ്പെട്ട് ഇന്നും ആ ഒരു സ്നേഹത്തിൻ്റെ ഇതൊക്കെ ഇവിടെ നിലകൊള്ളണ്ട കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും അങ്ങനെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ചരിത്രം അവിടുത്തെ വിവരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴല്ല നമ്മൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ എന്താണ് ഒരു ഫീലിംഗ്. ശരിക്കും ഞാനൊന്നും പ്രണയിച്ചിട്ടില്ല, പ്രണയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇതില്ലാത്ത ഒരാളായതുകൊണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെ പ്രണയിച്ചിറക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു ഫീലിങ്സിൽ നല്ല രീതിയിൽ മനസ്സിലാവട്ടെ. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവേണ്ട ആ ഒരു ഫീലിങ്. കാരണം നമ്മളിരിക്കുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു ഫീലിങ്സാണ്. അതായത് ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രണയമൊക്കെ തോന്നാതിരിക്കും. അതൊക്കെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല മഴയും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും പൊടിയുന്നുണ്ട്. ഒരു സ്ഥലം നോക്കിയാൽ നിങ്ങൾ അടിപൊളിയല്ലേ. നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ എൻ്റെ മോനെ അടിയിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൃഷിക്കാരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. അവിടെ അടിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ അതുപോലെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വ്യൂ ആണല്ലേ. നമ്മൾ ഈ ഒരു നിൽക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഈ ഒരു ചരിത്രമൊക്കെ അറിയാൻ വേണ്ടല്ലേ എന്താണുള്ള ഒരു ഫീല്. എൻ്റെ ഫോണിലൊക്കെ വെള്ളം തെറിക്കാണ്ട് ഇവിടെ നിന്നൊക്കെ വീട് തന്നെ തീർന്നട്ടാ. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് ഊനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മൺസൂണിൻ്റെ ടൈമല്ലേ, അതായിരിക്കും കേട്ടോ. നമുക്കും എന്തായാലും നാടാം, നാടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിക്നിക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലേ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമുക്ക് എന്തായാലും മേളിലേക്ക് കയറാം. അവിടെ ഒരു ഊഞ്ഞാലും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ഊഞ്ഞാലിൽ ആടിയിട്ടാണെങ്കിൽ വലിയ ഇതും കിട്ടണില്ല. എന്തായാലും അങ്ങാടിക്ക് പോവാം. കുറച്ച് നേരം അടുത്തൊരു ഊഞ്ഞാലാടാൻ വേണ്ടി പോണേണ്ട. അടുത്തൊരു ഊഞ്ഞാലിൽ കിട്ടി കണ്ടില്ലേ. ശരിക്കും ഈ ഒരു ഊഞ്ഞാൽ വരേണ്ട സ്ഥലം എന്ന് പറയണ്ടല്ല ഇതാ കാണുന്നില്ലേ ആ ഒരു കൊമ്പിലാണ്ട് വരണ്ട. അതാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു വ്യൂ ആസ്വദിച്ചേട്ടാ നല്ല രീതിയിലാടാം. പക്ഷേ അത് റിസ്ക്കാണ്. വീട് അതിനകത്ത് തീർന്ന് പൊട്ടിക്കതിനകത്ത് തീർന്നട്ടാ. അപ്പം നമുക്ക് കുറച്ചൊരു ഊഞ്ഞാലാടാം ഇല്ലേ. അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നേരെ മേളിലേക്ക് പോകണം കേട്ടോ. ഇവിടെയും വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ അധികം ആൾക്കാരൊന്നും ഇല്ല ഇപ്പം. അതും ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാരുണ്ടാ. അതുപോലെ ഇവിടെയും ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ വ്യൂ കാണാൻ പറ്റും. അതുപോലെ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരെണ്ണം കണ്ടില്ലേ. ഇത് ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയണ ഒരു സംഭവം കേട്ടോ. അത് ഇവിടെ കൊടുത്തേക്കണത് 26/3/2003 മിസോറാം ഗവൺമെൻറ്, അതായത് ആർട്ട് ആൻഡ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സ്ഥാപിച്ചത്. പിന്നെ അത് ഇവിടെയൊക്കെ ആൾക്കാർ വന്നു തുടങ്ങണം കേട്ടോ. ഇതില്ലേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കാണുന്ന ഇതില്ലേ ഇതാണ് ശരിക്കും അവരടുക്കിയേക്കണേ കേട്ടോ. ഇതെല്ലാം ഒന്ന് അങ്ങാട് പോയി കാണാം. ശരിക്കും ഇതാണ് കേട്ടോ സവൽപാലേനെയും തുവാൽമുഖിനെയും അടക്കിയേക്കുന്ന സ്ഥലം കേട്ടോ. ശരിക്കും ഇതൊരു കല്ലറയാണിത് കണ്ടില്ലേ. ശരിക്കും ആ എഴുത്തും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും മാഞ്ഞു പോയിട്ടാ. കാരണം മാഞ്ഞു പോയിട്ടല്ല ആ ഒരു ഈ പൂപ്പലും പായലൊക്കെ അടിച്ചിട്ട്. പിന്നെ അതുപോലെ
ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വൈകുന്നേരങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട്. നൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമ്പ് ചെയ്യാറുണ്ടായിരിക്കും. അതിൻ്റെ ഇവിടെ ഫയറും കാര്യങ്ങളൊക്കെ അവശിഷ്ടങ്ങൾ കാര്യങ്ങൾ കിടപ്പുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാൽ. ഈ സംഭവം കൊള്ളാട്ടോ. ഇത് ശരിക്കും ഒരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും വന്നോട്ടെ. ഈ ഒരു സ്ഥലം നല്ല അടിപൊളി കാഴ്ചയും പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു സ്റ്റോറി തന്നെ കണ്ടില്ലേ, ഒരു വലിയൊരു ചരിത്രവും കൂടിയാണ് കേട്ടോ അത് മിസോറാമിൽ മാത്രമേ തോന്നുന്നു എനിക്കിങ്ങനെ ചുരുങ്ങിക്കൂടി കിടക്കണേന്ന് തോന്നുന്നു. പുറത്തൊക്കെ ഞാനൊന്നും ഇതുവരെ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ പ്രയോറിറ്റി കൊടുക്കണ ഇതല്ലെങ്കിലും ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ചരിത്രം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു മിസോറാമിലെ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ മിസോ ഭാഷയുണ്ട് കേട്ടോ, അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മിസോ ഭാഷപരമായിട്ടുള്ള എന്താ ചരിത്രങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഇതൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ. അതെ, നമ്മളിപ്പോൾ കുറേ ഊഞ്ഞാലൊക്കെ ആടി ഉണ്ടല്ലേ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മേളിലേക്ക് കയറാം. വാച്ച് ടവറല്ല ഇത്, നമുക്ക് ഇതിൻ്റെ മേളിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇവിടെ പിക്നിക്കിനൊക്കെ ആയിട്ട് വരും. അതുപോലെ ഇവിടെയുള്ള ആൾക്കാരായിട്ട് മെയിനായിട്ട് പിക്നിക്കായിട്ട് വരുന്ന. ഞായറാഴ്ച ടൈമിലൊന്നും ഉണ്ടാവില്ല, കാരണം ഞായറാഴ്ച ടൈമിൽ ഇവർക്ക് പിക്നിക് എന്ന് പറയുന്ന സാധനമില്ല കേട്ടോ. ഫുള്ള് ആൾക്കാരും പള്ളിയിലായിരിക്കും. ഇവർ ഈ പറഞ്ഞ പോലെ റിലീജിയനിലൊക്കെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ കൂടുതലും ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് ഉള്ളത്. പക്ഷേ ഒരു 3 നേരം പള്ളിയിൽ പോട്ടെ, പള്ളിയിലെ പരിപാടി കാര്യങ്ങൾ വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഞായറാഴ്ചയൊക്കെ അല്ലേ കല്യാണം, ഇവിടെ ഞായറാഴ്ചയൊന്നുമില്ല കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ചയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞതാ. ഇതെന്ത് സാധനം കയറി പോണ, ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് അരണ പോലത്തെ ഒരു സംഭവം ഉണ്ടോ. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തേക്കണ ഇവിടുത്തെ നാട്ടുകാരാണ്. അതായത് YMA എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അടിപൊളി അല്ലേ, ഇതുണ്ടല്ല മരം വെച്ച് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിയതാണ്. നമ്മൾ വന്നത് ആ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അടിപൊളിയല്ലേ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്തേക്ക് വേണം. അടിപൊളി സ്ഥലമുണ്ടാ, നിങ്ങൾ എന്തായാലും പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നോട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു റൂട്ട് പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടാ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ക്രൗഡ് ഉണ്ടാകും. ഫസ്റ്റ് നമ്മളാണ് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് വന്നത്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട്, നല്ല രീതിയിൽ കൊതുകും പിന്നെ മറ്റേ പ്രാണിയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ. കണ്ടില്ലേ ക്യാമറയിലൊക്കെ ഫുള്ള് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. നേരത്തെ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 20 രൂപ ടിക്കറ്റ് ഉണ്ട്. ഞാൻ അടുത്തില്ലാടാ, ഞാൻ പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കണേ കുഴപ്പമില്ല കേട്ടോ, 20 രൂപ കൊടുക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ പൈസ ഭയങ്കര ഷോർട്ടാണ്. ഞാൻ ഭക്ഷണം തന്നെ ചുരുക്കും കേട്ടോ, കാരണം പൈസ ഭയങ്കര രീതിയിൽ നമ്മുടെ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് ഇതുകൊണ്ടൊക്കെയാണ് ഒരു വരുമാനം ഉള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അതൊക്കെ സെറ്റാക്കിയത്. അവിടെ നമ്മൾ വെയിറ്റിംഗ് ഷെഡ്, അതുപോലെ തന്നെ ഊഞ്ഞാലി, പിന്നെ അതുപോലെ കയറി ഇരിക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും അത് ഇവർ തന്നെ ചെയ്തിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നുമല്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പൈസ കൊടുക്കേണ്ടതാണ്. എൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാനായിട്ട്. സത്യം പറയാനൊന്നുമില്ല, ആകെ മൂഞ്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് പൈസ ഇല്ല. അവർക്ക് ഹിന്ദി മനസ്സിലാവില്ല, അവർക്ക് എങ്ങനെയൊക്കെ മനസ്സിലാട്ടോ. അപ്പോൾ ഞാൻ ഒരു ടാങ്കൊക്കെ പറഞ്ഞു. നമ്മുടെ സൈക്കിൾ എവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ തിരിച്ച് വന്ന വഴിയാണ്, അല്ല ഇങ്ങോട്ട് വന്ന വഴിയാണ് കേട്ടോ. കണ്ടില്ലേ കരിമ്പാണ്ട് ഇവിടെ ഒതുക്കി വെച്ചേക്കണ. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ഉണ്ടാണ് കേട്ടോ കരിമ്പ് കാണുക. ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കരിമ്പിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട്. ആളെയും കാണണല്ലോ കേട്ടോ. സൈക്കിളും തള്ളിക്കൊണ്ട് പോലെ പണിയാണ് കുറച്ച്. റൂട്ടും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നണം. ഇങ്ങനത്തെ റൂട്ടാണ്. അവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കലില്ലേ. റൂട്ട് കുറച്ച് പണിയാണ്. ഇവിടെ തൂരവാങ് എന്ന് പറയണത് ഇവിടെ ഒരു പമ്പ് ഹൗസാണ് കേട്ടോ. ആ വഴിയാണ് നമ്മൾ പോയത്. ശരിക്കും ഇതല്ല തൂരവാങ് പോകേണ്ട റൂട്ട്. അപ്പോൾ ഇവരാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവരാണ് എൻ്റെ വഴികാട്ടി. അപ്പോൾ ഇവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഫേസ് എടുക്കാത്ത അല്ലേ. നമ്മളെ ആദ്യം വന്ന റൂട്ട് ഇതാണ് കേട്ടോ.
പിന്നീട് രണ്ടാമത് കയറിപ്പോയ റൂട്ടില്ലേ, ലാസ്റ്റ് എടുത്ത വീഡിയോ അല്ലേ, അത് ഈ റൂട്ട്. വന്ന റൂട്ട് അതിൻ്റെ ഇപ്പുറത്തട്ടാ. തിരിച്ച് ഈ വഴിയാന്ന് കുറേ പേര് പറയാണ്ട്. പക്ഷെ എൻ്റെ പൊന്നിത് എത്രാമത്തെ അവിടെയാണ്. എത്ര പേരോട് വെച്ചിട്ട് കുറേ പേര് പറയണ അങ്ങാടാന്ന്, കുറേ പേര് പറയണ ഇങ്ങാടാന്ന്. പറയാനാ ചവിട്ടി പോകാൻ പറ്റിയ കുഴപ്പമില്ല, നമുക്ക് പിന്നെയും എന്തെങ്കിലും ഒരു ഇതുണ്ട്. ഇത് വരികയാണെങ്കിൽ റൂട്ടും മാപ്പിലും കിട്ടാനുള്ള ശരിക്കും ഇതുണ്ടല്ലോ, നമുക്ക് നടന്ന് ഉള്ള റൂട്ട് വേണം പോകാൻ കേട്ടോ, ട്രക്ക് ചെയ്ത് വേണം പോകാൻ. അല്ലാണ്ട് വണ്ടിയൊന്നും പോണ റൂട്ടല്ലെന്നാ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗൂഗിളിൽ കാണിക്കാത്ത കേട്ടോ. തിരിച്ച് റിട്ടേൺ പോകണ വഴിക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്ത്. ഹായ്, വാട്ട്സ് യുവർ നെയിം? ടിബി. ഓക്കെ, ഹലോ. ഹായ് കപ്പി കപ്പു. വാട്ട്സ് യുവർ നെയിം? My name is Laldan Pui. My name is Laldan Moya. Laldan Moya. What's your name? And my name is Somi. Somi. Okay, thank you for your invitation. അപ്പം നമ്മൾ പോണ വഴിക്ക് വിളിച്ചാണ്ടാ, നമ്മൾക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇവർ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഹൗ മെനി ഡിസ്റ്റൻസ് ദ തുരുവാങ്? തുരുവാങ് 3 km. Okay, it's a Turivang Falls. Turivang waterfall. Waterfall. In this route. Okay. അയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാ. ഹലോ മീ ചായ. അപ്പം നമ്മൾ ചാനൽ വരിയതിൽ സബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു കലോമി. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയേട്ടാ. അങ്ങനെ നമുക്ക് ഇന്ന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടി. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, മറ്റേ ആ ഒരു വീട്ടിലൊരു പയ്യനുണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. കാരണം നമ്മൾ ഇനി പോണത് ഇവിടെ നിന്നാണ് വാട്ടർഫാൾ പോകണേട്ടാ. ഇന്ന് നമ്മൾ പോയിക്കാൻ എത്തൂല, ഏകദേശം കുറച്ചധികം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എത്തൂല, അതാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ലേറ്റൊക്കെ പോകും, നമ്മൾ ആകെ പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഇറങ്ങാമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുള്ളൂ. നമ്മളിനി അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെയാണെന്ന് തോന്നുന്നു. 7 മണി കഴിയും എന്തായാലും. 4-5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ ഇൻ കേസ് ഏതെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടിക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഇവിടെ നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കയ്യും മുഖം കഴിയാൻ വേണ്ടി ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവനിക്കൊരു കാറുണ്ട്, അപ്പോൾ ആ ഒരു വണ്ടിക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ഈ കാണുന്ന വണ്ടിയാണ്, അതിൻ്റെ വണ്ടിക്കാണ്ട പോണം. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Zoran Pua. Oh, nice name. Bro, this is your village? Yeah. Okay, his name? Yeah, Pulpui. Pulpui, okay. This is the waterfall route. Yeah. Okay, അതാണ് Turivang Road. തുരുവാങ് റോഡ്. റോഡ് കാര്യങ്ങളൊക്കെ കുറച്ച് മോശം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോകണം, കൈയും മുഖം കഴുകാൻ വേണ്ടി. ശരിക്കും ഇതൊരു ചെറിയ റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു വഴി കാറൊക്കെ പോണ വണ്ടി, നമ്മളും കാറിലാണല്ലോ ഇരിക്കുന്നത്. കാറൊക്കെ പോണ റൂട്ടാണ്. പിന്നെ വലിയ വണ്ടികളൊന്നും പോകില്ല കേട്ടോ. ആണത് ഇവൻ്റെ ഫാമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഇതാണ് കേട്ടോ, ഈ ഷുഗർ ക്യാൻ്റെ ഫാമാണ്, കരിമ്പിൻ്റെ ഫാമാണ് കേട്ടോ. You can make the sugar in here. Okay. ഇവര് ഇത് എനിക്ക് തോന്നുന്നു ശർക്കരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു തോന്നുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഉള്ളതൊരു കരിമ്പും പാടത്താണ് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കണതാണ് അമ്മൂണേന്. അല്ലേ ജ്യൂസ് എടുക്കണമെങ്കിൽ ഫ്രഷായിട്ട് അടിക്കട്ടാ. കുറേ പോകുന്നുണ്ട് കാലത്ത്. ഫ്രഷ് കരിമ്പിൻ ജ്യൂസാണ്ടോ. ആളെനിക്ക് നീന്താണോ പറയും, ഫ്രഷ് സാധനം കേട്ടോ. പിന്നെ
നമ്മൾ ജ്യൂസ് കുടിച്ചേനി. അപ്പോൾ എനിക്ക് ആള് ഇത് വലുതൊരെണ്ണം എടുത്ത് തന്നിട്ടാ കഴിക്കാൻ വേണ്ടി. ഇത് കൊണ്ടുപോയിക്കോളാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും കഴിക്കൂല. അപ്പോൾ ചെറുത് കണ്ടിക്കണേട്ടാ. ഓ യാ ഇനഫ്. ബട്ട് this is enough for me. Yeah. You will cut in the field. Yeah, I have the blade. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാ. കാരണം നമുക്ക് ഇത്രയും മതി. ഇതാണ് കേട്ടോ ഇവൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ. ബ്രോ താങ്ക് യു. ഹലോ മീ. ആദ്യം കേട്ടോ ഒരു കരിമ്പും തോട്ടത്തിൽ വന്നിട്ട് ലൈവായിട്ട് കരിമ്പും ജ്യൂസ് അടിച്ച് കുടിക്കുക, അതേപോലെ കരിമ്പും മേടിക്കുക കേട്ടോ ആദ്യം കേട്ടോ. ഇവിടെ നേരത്തെ കണ്ട ആളില്ലേ. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Chava. ചാവ. Yeah. ഓക്കെ താങ്ക് യു ബ്രോ. അതെനിക്ക് മാഗിയും അരിയും കൊണ്ടുവന്ന് വന്നേക്കണേ കേട്ടോ. അപ്പോൾ കളിക്കാൻ വേണ്ടി പോണേ. സി യു ടുമാറോ. ഓക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാഗി പിന്നെ റൈസ് വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഇന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർ പാക്ക് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇതിലെനിക്ക് ചോറ് പാക്ക് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ കറിയും കാര്യങ്ങളും ഇവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ അതേ ചോളം അപ്പം എനിക്ക് ഇവരെ ടിഫിനായിട്ട് പാക്ക് ചെയ്ത് തന്നെ കേട്ടോ. എന്നോട് പറഞ്ഞു ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട ഇവിടുന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാവങ്ങളേട്ടാ. ഇവരെന്തോരം സാധനങ്ങളാന്ന് പറഞ്ഞ. താങ്ക് യു. ഹലോ മേ. No, it's no more in one piece or പാവങ്ങളേട്ടാ. കലോമേ കപ്പി. ഓക്കെ കലോമേ. പാവങ്ങളേട്ടാ. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊന്നും ഇട്ട് ബൈ ബൈ. എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നട്ടാ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നട്ടാ. ഞാനപ്പോൾ അവരെന്നോട് ഓൾറെഡി പറഞ്ഞു അവിടെ വേണമെങ്കിൽ തങ്ങാമെന്ന് പറഞ്ഞു. സ്പേസ് കഴിഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു സന്തോഷത്തോടെയായിട്ട് നമ്മളോട് പറഞ്ഞപ്പോൾ പറയപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേഡിയം ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാണ്. ഇതിന് ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളും. അവനെനിക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം അവൻ പാർസലാക്കി തന്നിട്ട്. അപ്പോൾ അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യനാണ്.